ഒരു കേരള രജിസ്ട്രേഷൻ ധാറിൽ ആഫ്രിക്ക കറങ്ങി. വെള്ളം കിട്ടാത്തവർക്കായി കിണറുകൾ സ്ഥാപിച്ചു. സർക്കാർ സ്കൂളിൽ വരെ കിണർ കുഴിച്ചു. അവിടുത്തുകാർക്ക് ദൈവതുല്യനായി. 11 മാസം മുൻപ് മലപ്പുറത്തു നിന്ന് യാത്ര തുടങ്ങിയ, പേരിനൊപ്പം യാത്രയെ ചേർത്ത ദിൽഷാദ് യാത്ര ടുഡേ. ഈ കഴുതപ്പുറത്തൊക്കെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ചെറിയ കുട്ടികളൊക്കെ ഡ്രം എടുത്തിട്ട് മഞ്ഞ കന്നാസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ കുടിക്കാൻ എനിക്ക് വെള്ളം കിട്ടാത്ത സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു പ്രയാസം നേരിട്ട് മനസ്സിലാക്കുന്നത്. ഇനി ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ പോയി ഒരു 10 കിണർ ചെയ്തു കൊടുക്കണം. അപ്പോഴേക്കൊക്കെ യൂട്യൂബൊക്കെ സെറ്റായി അതിൽ നിന്ന് വരുന്ന ഇൻകം കൊണ്ട് കിണർ ചെയ്തു കൊടുക്കാനുള്ള ധാരണയിലാണ് 2023 ഞാനൊരു മഹീന്ദ്ര താർ എടുത്തിട്ട് ആഫ്രിക്കയിലേക്ക് വീണ്ടും യാത്ര പോകുന്നത്. ഞാൻ മുമ്പ് അതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ കണ്ട അതേ സാഹചര്യം, വെള്ളമില്ലാത്ത ആളുകൾ ഈ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ വരി നിൽക്കും. അങ്ങനെ അവിടെ ഒരു കിണർ ചെയ്ത് കൊടുത്താലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ, അതിൻ്റെ കൂടെ ഒരു സുഹൃത്ത് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഫസൽ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ തന്നെ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് ആളുകളെ വിളിച്ചു, പണിക്കാരെ വിളിച്ചു, നമ്മളൊരു കിണർ നേരിട്ട് ഇറങ്ങിയിട്ട് അന്ന് ചെയ്യാണ്. കെനിയയിൽ മൊംബാസയിലാണ് ആദ്യത്തെ കിണർ ചെയ്യുന്നത്. ആ കിണറോട് കൂടിയിട്ട് നമ്മുടെ സ്വപ്നം, അതായത് ആഫ്രിക്കയിൽ ഒരു കിണർ ചെയ്തു കൊടുക്കണം എന്നുള്ള സ്വപ്നം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതിനുശേഷം താൻസാനിയയിൽ വന്നു, അവിടെ 3 കിണർ, അവിടുന്ന് സാംബിയയിൽ കേൾക്കണം. ഒരുപാട് പേരൊക്കെ പോയിക്കും സഹായിക്കാനൊക്കെ ആയിട്ടോ.